സമകാലികത്തിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഡൊണാൾഡ് ട്രംപിന് നോബൽ പ്രൈസ് കൊടുക്കാൻ പറഞ്ഞുകൊണ്ട് നെതന്യാഹു ആവശ്യപ്പെട്ട കാര്യം വാർത്തയിൽ കണ്ടു. രസകരമായൊരു സംഭവമായിട്ട് തോന്നി. കാരണം നിലവിലുള്ള ജിയോ പൊളിറ്റിക്കൽ ടേംസിൽ നോബൽ പ്രൈസ് സമാധാനത്തിലുള്ള കിട്ടാൻ അർഹതയുള്ളൊരു വ്യക്തി ഡൊണാൾഡ് ട്രംപ് ആണ് എന്ന് ആരെങ്കിലും വിചാരിച്ചാൽ അതിന് സംശയം പറയാൻ കഴിയില്ല. കാരണം ഇപ്പോൾ ആക്രമിക്കും, നാളെ ആക്രമിക്കും, നാളെ കഴിഞ്ഞ് കൊല്ലും, മറ്റേ ആളെ കൊല്ലും എന്നൊക്കെ പറഞ്ഞ് കുറേ നാളുകൾ ഡ്രാമ സൃഷ്ടിച്ചുകൊണ്ട് അവസാനം എവിടെയോ കൊണ്ടുപോയി ഒരു ബോംബൊക്കെ ഇട്ട് സെറ്റിൽ ചെയ്തു പുള്ളി. അപ്പം അതുകൊണ്ട് ഇനിയിപ്പോൾ പുള്ളി അടിയന്തരമായിട്ട് ശ്രദ്ധ പതിപ്പിക്കുന്നത് റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധം കൂടെ നിർത്താനാണ്. അദ്ദേഹം അതിന് മറുപടിയായിട്ട് പറഞ്ഞ കാര്യത്തിൽ ട്രംപ് പറഞ്ഞത്, ആരെങ്കിലും എവിടെയെങ്കിലും ഒക്കെ കൊല്ലപ്പെടുമ്പോൾ എനിക്ക് വലിയ ദുഃഖം, പ്രയാസം തോന്നുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരു ലോകക്രമം, ഒരു സമാധാനത്തിൻ്റെ ലോകക്രമം ഉണ്ടാക്കണം എന്നുള്ള ആഗ്രഹം എനിക്ക് വലുതായിട്ടുണ്ട് എന്ന് ഡൊണാൾഡ് ട്രംപ് അതിന് മറുപടിയായിട്ട് പറയുന്നതായിട്ട് കണ്ടു. ഇനിയിപ്പോൾ ഒരു ടൈം കൂടി പ്രസിഡന്റ് ആവാൻ കഴിയില്ല ആസ് പെർ ദ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഓഫ് ദ US അഡ്മിനിസ്ട്രേഷൻ ഓർ US. ഈ 2 പ്രാവശ്യത്തിൽ കൂടുതലൊന്നും ഒരാൾക്ക് പ്രസിഡന്റ് ആവാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പം പ്രസിഡന്റ് പദവിയിലേക്ക് അല്ലെങ്കിൽ പിന്നെ നിയമം ഭേദഗതി ചെയ്തുകൊണ്ട് മൂപ്പര് അതിനും ചിലപ്പോൾ ശ്രമിച്ചെന്നിരിക്കും, എന്തെങ്കിലും ആവട്ടെ. അപ്പോൾ അങ്ങനെയൊന്നും നടക്കില്ല എന്ന് പ്രതീക്ഷിക്കാം. ഇപ്പം എന്തായാലും പുള്ളിക്ക് ആദ്യമായിട്ട് നോബൽ പ്രൈസ് കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടത് പാകിസ്ഥാൻ സൈനിക മേധാവി അസീം മുനീറാണ് എന്നാണ് ഞാൻ കേട്ടത്. ഒരു വിരുന്നിന് വിളിച്ചു കഴിയുമ്പോൾ ആ വിരുന്നിന് ചെന്ന് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ നല്ല വാക്കുകൾ പറയുന്നു. അപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധസമാനമായ സാഹചര്യത്തിൽ വളരെ കൂടുതൽ വാർത്തയിൽ നിറഞ്ഞിരുന്ന വ്യക്തിയാണ് ട്രംപ്. കാരണം മൂപ്പര് പറഞ്ഞിട്ടാണ് ഈ യുദ്ധം 2 കൂട്ടരും നിർത്തിയതെന്നൊക്കെ മൂപ്പര് അവകാശപ്പെട്ടിരുന്നു. എന്തായാലും അതെല്ലാം ഇതിനു വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമായിരുന്നു. എന്ന് വെച്ചാൽ നോബൽ പ്രൈസ് കിട്ടാൻ വേണ്ടിയിട്ട് സമാധാനപരമായിട്ടുള്ള അന്തരീക്ഷം എല്ലായിടത്തും സംജാതമാക്കുന്നതിൽ ഒരു US പ്രസിഡന്റ് മുൻകൈ എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് നോബൽ പ്രൈസിനുള്ളൊരു അർഹതയുണ്ട് എന്ന് എല്ലാവർക്കും തോന്നും. അപ്പം അതിന് വേണ്ടിയിട്ടുള്ളൊരു പരിപാടിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പുള്ളി, എനിക്ക് തോന്നുന്നത്, ഈ അസീം മുനീറിനെ വിളിച്ച് ഭക്ഷണം കൊടുത്തു കഴിഞ്ഞിട്ട് പുള്ളി രഹസ്യമായിട്ട് അസീം മുനീറിനോട് പറഞ്ഞിട്ടുണ്ടാകും, എനിക്ക് നോബൽ പ്രൈസ് തരാനായിട്ടൊന്ന് റെക്കമെൻഡ് ചെയ്യണം. പാകിസ്ഥാൻ്റെ വാക്കുകളൊന്നും ആരും തന്നെ ചെവിക്കൊള്ളാനുള്ള സാധ്യത ഇല്ലാത്തതിനാൽ അത് അങ്ങനെ അങ്ങോട്ട് പോയി. ഇപ്പോൾ ഇത് അടുത്തത് നെതന്യാഹു പറഞ്ഞിരിക്കുകയാണ് അദ്ദേഹത്തിന് നോബൽ പ്രൈസ് കൊടുക്കണം. എന്തായാലും എനിക്ക് തോന്നുന്നു പുള്ളി നോബൽ പ്രൈസ് ഒരെണ്ണം അടിച്ചുകൊണ്ടേ പോളൂ. അപ്പം അതിനു വേണ്ടിയിട്ടുള്ള ശ്രമമാണ് പുള്ളി നടത്തിക്കൊണ്ടിരിക്കുന്നത്. പുള്ളിക്ക് ഈ പ്രസിഡന്റ് പദവിയിൽ നിന്ന് ഇറങ്ങിക്കഴിയുമ്പോൾ ഒരു നോബൽ പ്രൈസൊക്കെ മേടിച്ച സമാധാനത്തിൻ്റെ ദൂതൻ എന്നുള്ളൊരു പ്രതിച്ഛായ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഇറങ്ങിപ്പോകാനൊരു താല്പര്യം ഉണ്ടാവും. കുറ്റം പറയരുതല്ലോ, അദ്ദേഹത്തിന് ഒരാഗ്രഹമാണ്. അപ്പം അതുകൊണ്ട് സ്വീഡിഷ് അക്കാദമി അത് പരിഗണിക്കണം. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് നോബൽ പ്രൈസ് സമാധാനത്തിനുള്ള കൊടുക്കണം. കാരണം ഈ പ്രൈസുകളിലൊക്കെ ഈ കാലത്ത് തീർച്ചയായിട്ടും ഒരു കോമഡി സെറ്റപ്പാണ് വന്നിരിക്കുന്നത്. ഇപ്പം ആർക്കെങ്കിലും ഒക്കെ കൊടുക്കുന്നു, അവരുടെ സംഭാവനകളോ അവരുടെ കോൺട്രിബ്യൂഷൻസോ സമൂഹത്തിന് വേണ്ടിയിട്ടുള്ള ഒന്നും പരിഗണിക്കാതെ തന്നെ സ്വീഡിഷ് അക്കാദമി ഇപ്പോൾ ഈയിടെയായിട്ട് അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും പരിഗണിക്കുന്നില്ല. എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടുന്നവർക്കൊക്കെ നോബൽ പ്രൈസ് കൊടുക്കുന്നു. സാഹിത്യത്തിനുള്ള നോബൽ പ്രൈസ് ഒക്കെ നമുക്കറിയാം, ഏറ്റവും മൂല്യമുള്ള കൃതികൾക്ക് മാത്രം കൊടുത്തുകൊണ്ടിരുന്നൊരു കാലഘട്ടം സ്വീഡിഷ് അക്കാദമിക്ക് ഉണ്ടായിരുന്നു. അതെല്ലാം പോയി. അപ്പോൾ ഇപ്പോൾ സ്വാഭാവികമായിട്ടും അമേരിക്കൻ പ്രസിഡന്റ് എന്ന നിലയിൽ ഡൊണാൾഡ് ട്രംപ് ഇടപെട്ടിട്ടുള്ള 2-3 കേസുകളുണ്ടെങ്കിൽ അതെല്ലാം തന്നെ അദ്ദേഹം 4-5 പ്രാവശ്യം പറഞ്ഞു, ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നിർത്താൻ ഞാനാണ് കാരണക്കാരൻ. ആരും മൈൻഡ് ചെയ്തില്ല എന്നെനിക്ക് തോന്നുന്നു. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് അസീം മുനീറിനെ അദ്ദേഹം വിരുന്നിന് വിളിച്ചത്. വിരുന്നിന് വിളിച്ച് ആ വിരുന്ന് കൊടുത്ത് ഭക്ഷണം തൊള്ളുന്ന താഴത്തേക്ക് ഇറങ്ങുമ്പോൾ അതിനൊരു നല്ല വാക്ക് പറയണമല്ലോ. അതിന് വേണ്ടിയിട്ട് അസീം മുനീർ ചിലപ്പോൾ ഇവിടെ വന്നു കഴിയുമ്പോൾ പറഞ്ഞിട്ടുണ്ടാവും, അദ്ദേഹത്തിന് നോബൽ പ്രൈസ് കൊടുക്കണം, നല്ല രുചികരമായ ഭക്ഷണമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. എന്തായാലും ഇപ്പോൾ സമാധാനവുമായി പുലബന്ധം പോലുമില്ലാത്ത, സമാധാനം എന്താണ് എന്നറിയില്ലാത്ത 10-60,000-ഓളം ഫലസ്തീനികളെ കൂട്ടക്കൊല ചെയ്ത കൂട്ടനരാധമനായ നെതന്യാഹു തന്നെയാണ് ഇത് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് രസകരമായൊരു സംഭവമായിട്ടാണ് നമുക്ക് തോന്നുന്നത്. അപ്പോൾ എന്തായാലും എനിക്ക് തോന്നുന്നു മൂപ്പർക്കത് കിട്ടാനുള്ള സാധ്യതയുണ്ട്. മൂപ്പരുടെ ഒരു കോമഡി സ്റ്റൈൽ അഡ്മിനിസ്ട്രേഷനൊക്കെ യോജിച്ച ഒരു സാധനമാണ് ഈ സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം.
അപ്പോൾ സ്വീഡിഷ് അക്കാദമി തീർച്ചയായിട്ടും അത് പരിഗണിച്ചുകൊണ്ട് അദ്ദേഹം ഇറങ്ങിപ്പോകുന്നതിന് മുമ്പ് ഇനി മേലിൽ ഇങ്ങനത്തെ പരിപാടിയായിട്ട് വന്നേക്കരുത് എന്നും കൂടെ ഒരു പറഞ്ഞുകൊണ്ട് ഒരു നോബൽ പ്രൈസ് കൊടുക്കുകയാണെങ്കിൽ നന്നായിരിക്കും. അദ്ദേഹം അത് ഇപ്പം നമ്മളൊരു മൊമെൻറ്റം കൊടുക്കുന്ന, പിരിഞ്ഞു പോകുന്ന ആൾക്കാർക്കൊരു മൊമെൻറ്റം ഒക്കെ കൊടുക്കുന്നത് പോലെ തന്നെ ഇനി മേലിൽ അമേരിക്കൻ പ്രസിഡന്റ് പണിക്ക് വന്നേക്കരുത് ഈ വഴിക്ക്. ഇല്ല, 2 പ്രാവശ്യത്തിൽ കൂടുതൽ ആവാൻ കഴിയില്ല. എന്നാൽ പോലും ഇനി അഥവാ ഒരു ചാൻസ് ഉണ്ടെങ്കിൽ തന്നെയും ഇനി മേലിൽ ഈ പണിക്ക് വന്നേക്കരുത്, നിങ്ങൾക്കിടെ സഹായമൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ഈ നോബൽ പ്രൈസും കൊടുത്തൊന്ന് ഒഴിവാക്കുവാണെങ്കിൽ നന്നായിരിക്കും എന്നെനിക്ക് തോന്നുന്നു. പിന്നെ വേറൊരു കാര്യം, എനിക്ക് ട്രംപിൻ്റെ കാര്യത്തിൽ എതിരഭിപ്രായമില്ലാത്തത്, അദ്ദേഹം ഈ പറയുന്ന പോലെ സിൽബന്ദികളുടെ വാക്കുകൾ കേൾക്കുന്നതിനേക്കാൾ പുള്ളിയുടെ വാക്കുകൾ തന്നെ പുള്ളിക്ക് തന്നെ ചില സമയത്ത് എന്താണ് പറയുന്നത് എന്നും എന്താണ് പ്രവർത്തിക്കുന്നതെന്നും അദ്ദേഹത്തിന് തന്നെ അറിയില്ലാത്ത അവസ്ഥയുണ്ട്. അപ്പോൾ പിന്നെ എന്തായാലും സിൽബന്ദികളുടെ വാക്കുകൾ കേട്ടിട്ടാണ് പുള്ളി പറഞ്ഞതെന്ന് ആരും പറയില്ല. മൂപ്പര് തന്നെ സ്വയം തീരുമാനം എടുക്കും. 2 ആഴ്ച അല്ലെങ്കിൽ 3 ആഴ്ച 4 ആഴ്ച. ഇപ്പം തന്നെ പകരച്ചുങ്കം, അദ്ദേഹം ഒരു ബിസിനസ്സുകാരനാണ് തീർച്ചയായിട്ടും. അതെ, ആ ബിസിനസ് വലിയ തോതിൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന ആഗ്രഹമുള്ളൊരു വ്യക്തി എന്ന നിലയിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറേ തീരുമാനങ്ങളൊക്കെ അദ്ദേഹം എടുക്കും. അത് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് രാജ്യങ്ങളുടെ മേലുള്ള പകരച്ചുങ്കം ഏർപ്പെടുത്തുന്ന കാര്യത്തിലും ആ കോമഡി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഒരു കാര്യം പറയുന്നു, അടുത്ത ആഴ്ച വേറൊരു കാര്യം പറയുന്നു, 10% ആക്കുന്നു, 100 ആക്കുന്നു, 400 ആക്കുന്നു, 600 ആക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡ് ഒരു രാജ്യത്ത് വന്നു കഴിഞ്ഞാൽ ചിരിച്ചിരിച്ചും മണ്ണ് വെപ്പും എന്ന് പറഞ്ഞ പോലെ വാർത്തകൾ ഓരോ ദിവസങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇദ്ദേഹത്തിന് നോബൽ പ്രൈസ് കിട്ടട്ടെ. അദ്ദേഹം സമാധാനത്തിന് വേണ്ടി നെതന്യാഹുവുമായി കൈകോർത്തുകൊണ്ട് വളരെ വലിയ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് നോബൽ പ്രൈസ് കിട്ടട്ടെ എന്ന് നമുക്ക് ആശിക്കാം. നന്ദി, നമസ്കാരം.